പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ദേശീയപാത സ്ഥലം ഏറ്റെടുപ്പ് തുകയിൽ ഇളവ് തേടിയെന്നും കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി. PM ശ്രീ പദ്ധതിയിലെ നിയമപ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നും വി.ഡി. സതീശൻ. നാളെ അമിത്ഷായുമായി കൂടിക്കാഴ്ച. നവകേരള യാത്രക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗൺമാൻ അനിൽകുമാർ, പോലീസുകാരായ സന്ദീപ്, അരുൺ, വിപിൻ, ഷൈജു എന്നിവർക്കാണ് സസ്പെൻഷൻ. SITയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് DGP സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി തീർപ്പാക്കി. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കിയിരുന്നില്ല. പിന്നീട് ഉച്ചയ്ക്ക് ഹാജരാക്കിയ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായിരുന്നില്ല. ഇതേ തുടർന്നായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം. ഷുഹൈബ് വധക്കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ആകാശ് തില്ലങ്കേരി അടക്കം 17 പ്രതികളുടെ ജാമ്യമായിരുന്നു ഇന്നലെ റദ്ദാക്കിയത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവാണ് റദ്ദാക്കിയത്. ബലാത്സംഗ കേസിൽ പെരുമ്പാവൂർ മുൻ MLA എൽദോസ് കുന്നപ്പള്ളിയെ വെറുതെ വിട്ടു. നെയ്യാറ്റിൻകര കോടതിയുടേതാണ് ഉത്തരവ്. പരാതിക്കാരി ഉൾപ്പെടെ 4 സാക്ഷികൾ കൂറുമാറിയതിനെ തുടർന്നാണ് വെറുതെ വിട്ടത്. ഇന്നലെയാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. എൽദോസ് കുന്നപ്പള്ളി തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്നാണ് പരാതിക്കാരി മൊഴി മാറ്റിയത്. മുനമ്പം ഭൂമിയിൽ ചെയ്തത് നിയമപരമായ കാര്യമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. കേന്ദ്ര സർക്കാർ നൽകിയ തീയതി അനുസരിച്ചാണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. വഖഫ് ബോർഡിനെ പിരിച്ചുവിടാമെന്നത് വ്യാമോഹമെന്നും KS ഹംസ. സംസ്ഥാനത്തെ +2 പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയം. വിജയ ശതമാനത്തിൽ മുൻ വർഷത്തേതിൽ നിന്നും നേരിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ നടക്കും. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോര് മുറുകുന്നതിനിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനും ഒപ്പം മാധ്യമങ്ങളെ കണ്ട് KC വേണുഗോപാൽ. വരാനിരിക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിനും കർണാടക കൗൺസിൽ തിരഞ്ഞെടുപ്പിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്ന് KC വ്യക്തമാക്കി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഹൈക്കമാൻഡുമായുള്ള നിർണായക ചർച്ചകൾക്കായി ഡൽഹിയിൽ തുടരുന്നു.